നമസ്കാരം. ഇന്ന് നമ്മളൊരു ചങ്ങലം പുരണ്ട തൈലം പരിചയപ്പെടാം. ഇത് ഈ ബോട്ടിലാണ് വരുന്നത്. ചങ്ങലം പുരണ്ട പ്ലസ് തൈലം എന്ന് പറയും. ഈ ചങ്ങലം പുരണ്ട പ്ലസ് തൈലം എന്ന് എന്താണ് പേര് വന്നതെന്ന് വെച്ചാൽ, ഈ സാധാരണഗതിയിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ചങ്ങലം പുരണ്ട തന്നെ ഇട്ട് എണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെയല്ല. ചങ്ങലം പുരണ്ടയും മുറിവെണ്ണയിലുള്ള ചില ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ശുദ്ധമായ എള്ളെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ചങ്ങലം പുരണ്ടയ്ക്ക് തന്നെ കുറച്ച് പേരുകളുണ്ട്. ബോൺ സെറ്റർ ഓയിൽ, ഡെവിൾസ് ബാക്ക് ബോൺ. അതായത് ഈ ചങ്ങലം പുരണ്ടയുടെ പേരുകളാണ് ഡെവിൾസ് ബാക്ക് ബോൺ, ബോൺ സെറ്റർ എന്നൊക്കെ. അതിൻ്റെ ഒരു ഭാഗം തന്നെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകും ആ ഒരു പ്ലാന്റിൻ്റെ ഘടന എങ്ങനെയാണ്. ഈ പ്ലാന്റ് കണ്ടോ? ഇതാണ് ചങ്ങലം പുരണ്ട എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിൻ്റെ ഇടയ്ക്കത്തെ ജോയിൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജോയിൻറ്റ് പോലെയുള്ള ഭാഗങ്ങളാണ്. ഇത് നിങ്ങൾ കാണാൻ പറ്റുമെന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ജോയിൻറ്റ് പോലെയുള്ള പാർട്സ് ഉണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ യൂട്യൂബിലൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ ചങ്ങലം പുരണ്ട മാത്രമിട്ട് എണ്ണ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഈ വേറെ ചെറിയൊരു പ്ലാന്റ് ഉണ്ട്, ഒറ്റപ്പന അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ആ സാധനങ്ങൾ മാത്രം ഇട്ട് എണ്ണ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു എണ്ണയിൽ അങ്ങനെയല്ല. ഈ ഒരു എണ്ണയിൽ മുറിവെണ്ണയിലെ ചില ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, നീര് കുറയ്ക്കാനും വേദന മാറാനും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 1-2 പ്രാവശ്യം തന്നെ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയും. നല്ല വേദന പെട്ടെന്ന് കുറയും. അതുപോലെ തന്നെ നമുക്ക് നീരുണ്ടെങ്കിൽ അത് കുറയും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് തന്നെ ഭയങ്കരമായ കഴിവുകളുള്ള, മീൻസ് വേദന മാറ്റാനും നമ്മുടെ നീര് മാറ്റാനൊക്കെ കഴിവുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മറ്റു പല ഇൻഗ്രീഡിയൻസ് കൂടെ ആഡഡ് ആകുമ്പോൾ ആ എണ്ണയുടെ ഗുണം കൂടും. എള്ളെണ്ണയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉണ്ടാക്കണ ചാർജ് കുറയ്ക്കാനായിട്ട് ആൾക്കാർ പലതരത്തിലുള്ള എണ്ണകൾ ഉപയോഗിക്കും. പക്ഷേ ഇത് ശുദ്ധമായ എള്ളെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഇത് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഞാനൊരു വർഷത്തോളം കിടപ്പിലായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് അസറ്റബലം ഫ്രാക്ചർ ആയിരുന്നു. എൻ്റെ കാലിൻ്റെ ക്യാവിറ്റിയിൽ നിന്നും ആ ഒരു ക്യാവിറ്റിയിൽ നിന്ന് തൈബോൺ വിട്ടുപോയിട്ട് ആ ഒരു ഭാഗത്തിൻ്റെ ആൻറ്റീരിയർ പാർട്ട് മൊത്തമായിട്ട് പൊടിഞ്ഞു പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 48ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതായത് അതുപോലെ തന്നെ 2 പ്ലേറ്റ്, 13 സ്ക്രൂ, അങ്ങനെയൊക്കെ. ഇപ്പോഴും റിമൂവബിൾ അല്ല, പ്ലേറ്റ് കിടപ്പുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഈ പെയിൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാനിത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റത്തില്ല എന്ന് ഡോക്ടർമാർ ചിലപ്പം ചാൻസ് കുറവാണെന്നൊക്കെ പറഞ്ഞിടത്താണ് ഞാനിതൊക്കെ പുരട്ടിയാണ് ഇപ്പോഴും നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നടക്കുന്നത്.